ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ക്രിസ്മസ് നമുക്ക് തരുന്ന വലിയ ഒരു പ്രത്യാശ ഇതാണ്: ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു, ദൈവം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1:14 നമ്മളിങ്ങനെ വായിക്കുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശ ഇതാണ്: നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മോടൊപ്പം എപ്പോഴും നമ്മുടെ കൂടെയുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ ശക്തി പകരുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൂടെ ഇരിക്കാനും കൂടെ സംസാരിക്കാനും പലപ്പോഴും ആളുകളെ കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു വന്നാൽ, കുടുംബത്തിലൊക്കെ പല വീടുകളിലും, ഇപ്പോൾ കേരളത്തിലെ പല വീടുകളിലും മാതാപിതാക്കൾ മാത്രമാണുള്ളത്. മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലോ ജോലി സ്ഥലങ്ങളിലോ ഒക്കെയാണ്. പ്രായമായ അപ്പനോ അമ്മയോ ഒക്കെയുള്ള ഭവനങ്ങൾ. ചിലപ്പോൾ ചില ഭവനങ്ങളിലൊക്കെ നോക്കിയാൽ ഒന്നുകിൽ അപ്പനോ അമ്മയോ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ വിദേശത്തുള്ള മക്കളെ സഹായിക്കാനോ അവരുടെ കുട്ടികളെ നോക്കാനോ ഒക്കെ ആയിട്ട് വിദേശത്ത് പോയിട്ടുണ്ടാകുമ്പോൾ ഭവനത്തിൽ അപ്പൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പല ഭവനങ്ങളിലും പലരും ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഒത്തിരിയേറെ കൂടെ ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. ഞാനൊരിക്കൽ ഒരു അമ്മച്ചിയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, അമ്മച്ചിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ വളരെ സന്തോഷത്തോടെ ഒക്കെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. മക്കളൊക്കെ വിദേശത്താണ്, അവർക്ക് നല്ല വലിയ വീടുണ്ട്, വീട്ടിൽ വാഹനമുണ്ട്. പക്ഷേ അമ്മച്ചി ഒറ്റയ്ക്കാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ ആ അമ്മച്ചിയോട് ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു, അമ്മച്ചി സന്തോഷമൊക്കെ ആണോ, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ അമ്മച്ചി പെട്ടെന്ന് എന്നോട് മറുപടി പറഞ്ഞതാണ്: അച്ഛാ, എന്ത് സന്തോഷമാണ് ജീവിതത്തിലുള്ളത്, ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ ഇങ്ങനെ ഈ കുടുംബത്തിൽ കഴിയുന്നത്, ഒരാളോടും മിണ്ടാനും പറയാനും വീട്ടിലില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്, ദൈവം തന്ന ജീവിതം അത് ദൈവം തിരിച്ചെടുക്കുന്നത് വരെ നമ്മൾ കൊണ്ടു നടക്കണമല്ലോ. അപ്പോൾ ഞാൻ ആമിച്ച മറുപടി പറഞ്ഞപ്പോൾ എനിക്കൊത്തിരി സങ്കടം തോന്നി. കാരണം ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, ചുറ്റുപാടുകളുണ്ട്, മക്കളുണ്ട്. എങ്കിൽ പോലും ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന, കൂടെ ആരുമില്ലാത്തതിൻ്റെ ഒരു സങ്കടം, സംസാരിക്കാൻ ആരുമില്ലാത്തതിൻ്റെ ഒരു സങ്കടം ആ അമ്മയുടെ വാക്കുകളിലുണ്ട്. വാസ്തവത്തിൽ ആ അമ്മയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഇന്ന് നമ്മൾ ലോകത്തിലെ പല കുടുംബങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ പല കുടുംബങ്ങളിലും പല മാതാപിതാക്കളും പ്രായമായവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്, വലിയൊരു സങ്കടമാണ്. കൂടെ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ ആളുകളില്ല. ഇവർക്കൊരു രോഗം വരുമ്പോൾ കൂടെ നിൽക്കാൻ വീട്ടിലെ ഒരാളില്ല, ഒരാളെ അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇവർക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ ആരുമില്ല. അപ്പോൾ ഇങ്ങനെ സങ്കടകരമായ ജീവിത അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വലിയ പ്രത്യാശ നിറഞ്ഞ ഒരു സന്ദേശമാണ്. ആ ദൈവം തരുന്ന സന്ദേശം ഇതാണ്: നിൻ്റെ കൂടെ നിൽക്കാൻ മനുഷ്യരായിട്ട് ആരുമില്ലെങ്കിലും നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ കൂടെ ദൈവമുണ്ടാകും, ദൈവം നിൻ്റെ കൂടെ വസിക്കും, ദൈവം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രത്യാശയുടെ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 1:23 തിരുവചനത്തിൽ ദൈവം അതാണല്ലോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. അതെ, ദൈവം നമ്മോട് കൂടെ. അകലങ്ങളിലുള്ള ഒരു ദൈവത്തെക്കുറിച്ചല്ല നമുക്ക് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് ശേഷം സംസാരിക്കാനുള്ളത്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് ശേഷം നമ്മൾ ആഘോഷിക്കുന്ന ഓരോ ക്രിസ്മസ് കാലഘട്ടത്തിലും, ഓരോ ക്രിസ്മസിലും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അകലെയുള്ളൊരു ദൈവത്തെക്കുറിച്ചല്ല, കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്.
കൂടെ ആയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അതേ, മനുഷ്യരായിട്ടുള്ളവർ, മക്കളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, അവരൊക്കെ ചിലപ്പോൾ മാറിപ്പോയാലും അകന്നു പോയാലും നമ്മുടെ കൂട്ടത്തിലില്ലെങ്കിലും ദൈവം നമുക്ക് തരുന്നൊരു വാഗ്ദാനമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിൻ്റെ കൂടെ വസിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം തരുന്ന വലിയ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യാശ, നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവം, അതാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന വലിയ പ്രത്യാശയുടെ ഒരു സന്ദേശം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പല കുടുംബങ്ങളിലും മനുഷ്യർ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്. ഞാൻ ഒരിക്കൽ ഒരു അപ്പച്ചൻ മരിച്ചതിനെക്കുറിച്ച് ഞാൻ കേൾക്കാനിട വന്നു. അപ്പോൾ ആ അപ്പച്ചൻ്റെ വീട്ടിൽ ഇതുപോലെ ആ അപ്പച്ചൻ ഒറ്റയ്ക്കായിരുന്നു, മക്കളൊക്കെ മറ്റ് രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ അപ്പച്ചൻ ആ വീട്ടിൽ കിടന്ന് രാത്രിയിൽ എപ്പോഴും അദ്ദേഹം മരിച്ചു പോയിട്ട് അയൽപ്പക്കക്കാരോ മക്കൾ തന്നെയോ അറിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അപ്പച്ചൻ മരിച്ച വിവരം മറ്റുള്ളവരൊക്കെ അറിയുന്നത്. മക്കൾ പോലും അറിയുന്നത്, ഈ അപ്പച്ചൻ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം അന്വേഷിക്കാൻ ആളില്ല. മക്കളൊക്കെ വിദേശത്തുണ്ട്, അവർ വല്ലപ്പോഴൊക്കെ വിളിച്ച് സംസാരിക്കും. അപ്പച്ചൻ അവിടെ വീട്ടിലുണ്ടോ, സുഖമുണ്ടോ എന്നൊക്കെ, സുഖമായിരിക്കുന്നു എന്നൊക്കെ പലപ്പോഴും അന്വേഷിക്കും. പക്ഷേ അയൽപ്പക്കക്കാരുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ വലിയ മതിലുകളൊക്കെ കെട്ടി ക്യാമറയൊക്കെ വെച്ച് വീട്ടിൽ ജീവിക്കുമ്പോൾ അയൽപ്പക്കക്കാരും എപ്പോഴും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഈ അപ്പച്ചൻ മരിച്ചതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് അയൽപ്പക്കക്കാരും മക്കളൊക്കെ അറിയുന്നത് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ചുറ്റും നമ്മൾ കാണുമ്പോൾ അവിടെയൊക്കെ കൂടെ വസിക്കാൻ, കൂടെ നിൽക്കാൻ ഒരാളില്ലാത്തതിൻ്റെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇത് നമുക്ക് വലിയൊരു പ്രത്യാശ തരുന്ന കാര്യമാണ്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ നടത്തി കൊടുക്കാറുണ്ട്. വാസ്തവത്തിൽ മക്കളുടെ കാര്യങ്ങൾ, ഇപ്പോൾ പെൺമക്കളാണെങ്കിൽ അവരെ വിവാഹം ചെയ്ത് അയക്കുന്നു. അതിനുശേഷം ആ മക്കൾ പ്രസവത്തിനൊക്കെ വരുമ്പോൾ ആ പ്രസവം നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു, അതിനുശേഷമുള്ള മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ വാസ്തവത്തിൽ മക്കളുടെ കാര്യങ്ങളെല്ലാം കൂടെ നിന്ന് ചെയ്തു കൊടുക്കുമ്പോഴും മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ആളില്ല, അവരോട് സംസാരിക്കാൻ ആളില്ല എന്നുള്ളതൊക്കെ ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ അവർക്ക് പ്രത്യാശ നൽകുന്നതാണ് ക്രിസ്മസ്. മനുഷ്യരായിട്ടുള്ളവർ കൂടെ ഇല്ലെങ്കിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളും ഈ ലോകത്തിലുണ്ട്. ഏത് പ്രതിസന്ധിയിലും നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷം കണ്ടെത്തുന്ന അനേകരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ അതേപോലെ തന്നെയുള്ള ഒരു അമ്മച്ചിയെ പിന്നീട് വേറൊരവസരത്തിൽ കണ്ടപ്പോൾ ഞാൻ ആ അമ്മച്ചിയോടും ഇതുപോലെ സംസാരിച്ചപ്പോൾ ആ അമ്മച്ചിയുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ അമ്മച്ചി വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ആ അമ്മച്ചിയുടെ മക്കളൊക്കെ വിദേശത്താണ്, ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ ആ അമ്മച്ചി വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ നല്ല സന്തോഷ സമാധാനമായിട്ടൊക്കെ പോകുന്നല്ലോ. അപ്പോൾ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് നല്ല സന്തോഷ സമാധാനമാണ്. കാരണം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ പലവട്ടം ജപമാല ചൊല്ലും. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകും, വിശുദ്ധ ഗ്രന്ഥം കുറേ വായിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഈ വാർദ്ധക്യത്തിൽ എനിക്കൊരിക്കലും ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലില്ല. ഞാൻ പ്രാർത്ഥനയിൽ വളരാൻ തുടങ്ങിയപ്പോൾ, കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ എൻ്റെ ഈ സാഹചര്യത്തിലും എൻ്റെ ഈ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിലും എനിക്ക് വലിയ സന്തോഷമാണ്. അച്ഛനറിയാവോ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കള്ളന്മാരെക്കുറിച്ചുള്ള ഭയം പോലും പോയി. അപ്പോൾ ആ അമ്മച്ചി പറയായിരുന്നു, പണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വല്ല കള്ളന്മാരും ഒന്ന് ഉപദ്രവിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങിയപ്പോൾ, ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ, ഈശോ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ആ ഭയവും വിട്ടുപോയി എന്ന് ആ അമ്മച്ചിയും പറയും. അപ്പോൾ ഈ ലോകത്തിൽ ഏത് പ്രതിസന്ധിയിലും ഈ പ്രത്യാശയിലേക്ക് തിരിഞ്ഞ് കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചും വചനം വായിച്ചും ജീവിക്കുന്ന അനേകം ആളുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം തരുന്ന വലിയൊരു പ്രത്യാശയാണത്. മനുഷ്യരായിട്ടുള്ളവർ നമ്മുടെ കൂടെ നിൽക്കാനില്ലെങ്കിലും, നമ്മോട് സംസാരിക്കാനില്ലെങ്കിലും ദൈവം കൂടെയുണ്ട്. ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ചു തോർക്കുന്നു, വരുന്ന നാളുകളിലൊക്കെ മനുഷ്യൻ നേരിടാൻ പോകുന്ന, പ്രത്യേകിച്ച് പ്രായമായവർ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ് സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ളത്.
സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറേ ആളുകളൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ കിട്ടും, പക്ഷേ നേരിട്ട് സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ളത് പല മനുഷ്യരും നേരിടാൻ പോകുന്നൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ദൈവമായിട്ടൊരു ബന്ധത്തിൽ ആഴപ്പെടുക എന്നുള്ളത് നമുക്ക് ദൈവം തരുന്ന ഒരു നല്ല സൊല്യൂഷനാണ്, ദൈവം തരുന്ന നല്ലൊരു ഉത്തരമാണ്. കൂടെയുള്ള ദൈവത്തോട് സംസാരിക്കാനും കൂടെയുള്ള ദൈവത്തെ സ്നേഹിക്കാനും പഠിക്കുക എന്നുള്ളത്. അതോടൊപ്പം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയാണ്, നമ്മുടെ ബലഹീനതകളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചാൽ നമുക്ക് ഏത് ബലഹീനതകളെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. ബലഹീനതകളും കുറവുകളും ഇല്ലാത്തവരായിട്ട് ആരും ഈ ഭൂമിയിലില്ല, മനുഷ്യരായിട്ട് ആരും ഈ ഭൂമിയിലില്ല. എല്ലാവരുടെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ചില ആളുകളൊക്കെ ചില ബലഹീനതകളെ ഓർത്ത്, ചില കുറവുകളെ ഓർത്ത് വളരെ സങ്കടപ്പെടുന്നവരാണ്. പലപ്പോഴും വൈദികരായതുകൊണ്ട് തന്നെ അച്ഛന്മാരുടെ അരികിൽ വന്നൊക്കെ പല ആളുകളും പല സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില ദുശീലങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും അതിൽ വീണു പോകുന്നു. മദ്യപാന ദുശീലമൊക്കെയുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അതിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും അതിൽ വീണു പോകുന്നു. അതോടൊപ്പം ചില തെറ്റായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെയുള്ള ചില ജഡികമായ പാപങ്ങളിലേക്കും തഴക്കദോഷങ്ങളിൽ വീണുപോയവരൊക്കെ പറഞ്ഞു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല, വീണ്ടും വീണ്ടും അതിൽ വീണു പോകുന്നു. ഇവിടെ കർത്താവ് നമുക്ക് തരുന്ന ഒരു പ്രത്യാശ ഇതാണ്, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ പരിശ്രമം കൊണ്ടും നമ്മുടെ പ്രയത്നം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടുമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഈ കർത്താവിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ ഈ കൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഈ കൃപ നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. അതാണ് കർത്താവ് പൗലോസ്ലീഹായിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ബലഹീനതകൾ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ അലട്ടുന്ന എല്ലാ ബലഹീനതകളും കുറവുകളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, കൂടെയുള്ള എൻ്റെ ദൈവമേ, കൂടെ വസിക്കുന്ന എൻ്റെ ദൈവമേ, ഈ ബലഹീനതകൾ അതിജീവിക്കുവാൻ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, കൃപയിൽ എന്നെ നിറച്ചെന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ബലഹീനതകൾ അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ കൂടെ ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരാനുള്ള അനുഗ്രഹം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന, രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമേതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമി സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമി സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതെ, കൂടെ വസിക്കുവാൻ മാംസമായി വചനം മാംസം ധരിച്ച് ഇറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തു ജീവിതത്തിൽ നമുക്കൊരിക്കലും ഇനി പറയാനാകില്ല എൻ്റെ കൂടെ ആരുമില്ല എന്ന്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മകനും മകൾക്കും ഉറപ്പോടെ പറയാം, എൻ്റെ കൂടെ വസിക്കുന്ന ദൈവമുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് ആരൊക്കെ എൻ്റെ കൂടെ ഇല്ലെങ്കിലും കർത്താവിൻ്റെ കൂടെയുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ക്രിസ്മസ് നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പതാണ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. നമ്മുടെ ഈ ലോകത്തിലേക്കും കുടുംബങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും കുടുംബത്തിലുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പല ഭവനങ്ങളും പ്രായമുള്ള മാതാപിതാക്കൾ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലും അകലങ്ങളിലുമാണ്. പലർക്കും ഒറ്റപ്പെടലുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, ആരോടും മിണ്ടാനില്ലാത്തതിൻ്റെ വേദനകളുണ്ട്, ഒറ്റയ്ക്ക് ആയിരിക്കുന്നതിൻ്റെയും ജീവിക്കുന്നതിൻ്റെയും സങ്കടങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, ഇവിടെ കർത്താവ് ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സങ്കടപ്പെടരുത്, ദുഃഖിക്കരുത്. അകലങ്ങളിലുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, അടുത്തായിരിക്കുവാൻ, കൂടെ വസിക്കുവാൻ ഇറങ്ങി വന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ ഒറ്റപ്പെടലുകളിലും നമ്മുടെ തകർച്ചകളിലും വേദനകളിലും ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ കടന്നു പോകുന്ന ഓരോ സങ്കടവും ദുഃഖവും തിരിച്ചറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ സഹായിച്ച് ശക്തിപ്പെടുത്തി ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ബലഹീനതകളെ ശക്തിയാക്കി മാറ്റുന്ന ആ ദൈവത്തിൻ്റെ കൃപ ഈ ദിനങ്ങളിൽ നമ്മളിലേക്ക് സമൃദ്ധമായിട്ട് കടന്നു വരുന്നു. നമുക്ക് ബലഹീനതകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം, ദുശീലങ്ങളുണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ കൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ കൃപ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. കർത്താവേ, കൂടെ വസിക്കുന്ന നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ ചില സമയങ്ങളിലെങ്കിലും ഒറ്റപ്പെട്ടുവെന്ന് പോയി തോന്നുമ്പോൾ നിരാശപ്പെടാതെ കൂടെ വസിക്കുവാൻ കടന്നു വന്ന ഈശോയെ ഓർക്കാനും ഈശോയെ സ്നേഹിക്കാനും ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ കഴിയാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെ, യഹോവയാ ദൈവം നമ്മോട് കൂടെ, എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, യഹോവയാ ദൈവം നമ്മോട് കൂടെ, എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ.
പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോടു കൂടെ. മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോടു കൂടെ. പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോടു കൂടെ. മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോടു കൂടെ. ഈജിപ്തിനടിമത്ത ചങ്ങല നീക്കിയ ദൈവം നമ്മോടു കൂടെ. വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോടു കൂടെ. വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. കൂടെയുള്ള ദൈവം, ഇമ്മാനുവേലായ ദൈവം, ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ, എമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. വലിയ ആനന്ദത്തോടെ, യഹോവയോടെ ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ, എമ്മാനുവേൽ, 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 ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോട് കൂടെ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഇനി താൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയില്ല. ദൈവത്തെ വിശ്വസിക്കുന്ന ഏതൊരു മകനോടും മകളോടും ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയുമില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ വലിയ ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.